തോമസ് ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഉത്ഭവം കൊണ്ട സഭയാണ് നമ്മുടെ സഭ. സിറോ മലബാർ സഭ എന്ന പേരൊക്കെ പിന്നീടാണ് നമുക്ക് വന്നു ചേർന്നത്. നമ്മൾ അറിയപ്പെട്ടിരുന്നത് മർത്തോമ ക്രിസ്ത്യാനികൾ എന്ന പേരിലാണ്, സെൻറ്റ് തോമസ് ക്രിസ്ത്യൻസ്. തോമസ് ലീഹായുടെ മറ്റൊരു ഇടപെടലാണ് നമുക്ക് അവൻ്റെ കൂടെ പോയിട്ട് മരിക്കാം. അതേക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുന്ന ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, വിശ്വാസം തലയ്ക്കകത്ത് കൊണ്ടു നടക്കുന്ന ഒരു അറിവല്ല, അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ള ഒരു വലിയ തിരിച്ചറിവാണ്, പ്രാക്സിസ്. നമ്മുടെ സഭ 34 രൂപതകളിലായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. കേരളത്തിനകത്ത് 13, കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്ത് 18, ഇന്ത്യക്ക് പുറത്ത് 4. രൂപതയായിട്ടില്ലെങ്കിലും ഒരു രൂപത പോലെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് അപ്പസ്റ്റോലിക് വിസിറ്റേഷൻ ഓഫ് യൂറോപ്പ്. അതും കൂടെ കൂട്ടുമ്പോഴും നമുക്ക് 35 രൂപതകളുണ്ട്. ഇത്തവണ ഞങ്ങൾ മെയ് 13-ാം തീയതി ഫാത്തിമ ദിനത്തിലാണ് മാർപ്പാപ്പയെ കണ്ടത്. ഏറ്റവും ആദ്യം ഞങ്ങളെയാണ് സ്വീകരിച്ചത് 7:45. പരിശുദ്ധ പിതാവ് ഞങ്ങളോട് ഔദ്യോഗിക സംഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് വ്യക്തിപരമായിട്ട് എന്നോട് ചോദിച്ചത്, ഹാവ് യു നോട്ട് യെറ്റ് എൻറ്റേർഡ് ഇൻ ടു ഗൾഫ്? നമുക്ക് 5 ലക്ഷത്തോളം ആളുകളുള്ള ഗൾഫിൽ നമ്മൾ പ്രവേശിക്കണമെന്ന് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, മാർപ്പാപ്പ ഒരു ഡിപ്ലോമാറ്റൊന്നും അല്ലാത്തത് കൊണ്ട് ഒരു കോൺഗ്രിഗേഷൻ്റെ അനുവാദം ഒന്നും ചോദിക്കാതെ എടുത്തെറിഞ്ഞാണ് പറഞ്ഞത്, യു ഹാവ് യുവർ പീപ്പിൾ ആൻഡ് യു ഹാവ് ടു എൻ്റർ. യു ആർ ദ പാസ്റ്റേഴ്സ്, യു ഹാവ് ടു പ്രൊവൈഡ് ദ മിനിസ്ട്രി. മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ നമുക്കിനിയും യാത്ര ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അനധിവിദൂര ഭാവിയിൽ ഗൾഫിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് സിറോ മലബാർ സഭയുടെ ഭാഗമാകുന്ന കാനൂനികമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്, എന്തിനാ മുടി വെട്ടുന്നതെന്ന്. ഞാൻ അവരോട് പറയാറുണ്ട്, കൈവെപ്പിന് മുമ്പ് കാർന്നോന്മാരിട്ട മൂലക്കല്ല് കണ്ടുപിടിക്കാനാണെന്ന്. ഒരു നല്ല അച്ഛൻ, ഒരു നല്ല സമർപ്പിതൻ, ഒരു നല്ല അൽമായൻ, അത് നിങ്ങൾ കണ്ടുമുട്ടിയാലേ അത് ആ കുടുംബത്തിൻ്റെ കുലീനത്വവും കാർന്നവന്മാരുടെ കുരുത്വമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ കുടുംബങ്ങളാണ്. നമ്മുടെ വൈദികരും സമർപ്പിതരുമാണ്, നമ്മുടെ അൽമായ സഹോദരങ്ങളാണ്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളെപ്പോലെ ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന ഏത് സഭയാണുള്ളത്? ഒരു പള്ളിയിലെ ഒരു ചെക്ക് മാറണമെങ്കിലേ വികാരിച്ചൻ മാത്രം ഒപ്പിട്ടാലേ നമ്മുടെ നിയമസംഹിത അനുസരിച്ച് പാസ്സാകില്ല. കൂട്ടുകൈക്കാരനും ഒപ്പിടണം. അത് നിർബന്ധമായിട്ടും ഉറപ്പാക്കുന്ന ഒരു സത്യമുണ്ട്. പള്ളി വൈദികരുടെയോ സന്യസ്തരുടെയോ മാത്രം തറവാട്ട് വീടല്ല, അത് ജനങ്ങളുടെ തറവാട്ട് സ്വത്താണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല, ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ഒരു പാർട്ടിസിപ്പേറ്ററി ചർച്ച് എന്നുള്ള ഇപ്പോഴത്തെ പുതിയ ദൈവശാസ്ത്ര ചിന്താഗതികൾ, സിനഡ്, ഒരുപക്ഷെ സിനഡിന് പഠിക്കാവുന്ന ഒരു പാഠപുസ്തകമാണ് സിറോ മലബാർ സഭയുടെ പ്രവർത്തന ശൈലി. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബങ്ങളും നാട് വിട്ട് പുറത്തേക്ക് കുടിയേറി പാർക്കുന്ന ഒരു പ്രത്യേകത. പണ്ടും നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ച് കുടിയേറ്റം ഒരു കൗതുകമായിരുന്നു.
തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയ നമ്മുടെ കാരണവന്മാർ. അന്ന് മലബാർ നമുക്കറിയാം ഒരു ബാലികേറ മലയായിരുന്നു. ഇന്ന് മലബാറിൽ നമുക്ക് തലശ്ശേരിയുണ്ട്, താമരശ്ശേരിയുണ്ട്, മാനന്തവാടിയുണ്ട്, ഭദ്രാവതിയുണ്ട്, ഇപ്പോൾ മാണ്ടിയും കൂടിയായി. ഞാനത് പറയുന്നത് ഒരു കുടിയേറ്റ ജനതയുടെ കാരണവന്മാരുടെ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവാസികൾ നമ്മുടെ കാരണവന്മാരുടെ ഒരു പൈതൃകത്തിൻ്റെ തുടർച്ചയാണ്. ഗൾഫിലേക്കും നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മുടെ പ്രയോറിറ്റി കുടുംബങ്ങളുടെ ശാക്തീകരണമായിരിക്കണം. നമ്മുടെ കുടുംബങ്ങൾ, ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഞങ്ങൾ കൊച്ചങ്ങളായിരിക്കുമ്പോൾ 4 മണി കഴിഞ്ഞാൽ വീടാന്തരം കയറി ഇറങ്ങുന്ന അച്ഛന്മാർ, അത് ഒരു കൗതുകമായിരുന്നു. എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്ന അച്ഛന്മാരെ ഇന്ന് നമുക്കത് നഷ്ടപ്പെടുകയാണ്. കുടുംബങ്ങളെ അക്കമ്പനി ചെയ്യുന്ന ഒരു പാസ്റ്ററൽ മിനിസ്ട്രിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഗൗരവമായിട്ട് ചിന്തിക്കണം. പ്രത്യേകിച്ച് കാലഘട്ടം കുടുംബങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്ന ഈ കാലയളവിൽ കുടുംബങ്ങളുടെ മുറിവുകൾ വെച്ച് കെട്ടുന്ന നല്ല ഇടയന്മാരുടെ പരിശീലനം നമ്മൾ ഉറപ്പാക്കണം. വിശ്വാസ പരിശീലനം ഞാൻ പറഞ്ഞു കുടുംബത്തിൽ നിന്ന് ആരംഭിക്കുന്നു. അത് ഇന്ന് ശാസ്ത്രീയമായ സംവിധാനങ്ങളിലൂടെയും സാങ്കേതികമായ വിദ്യകളിലൂടെയും നമ്മൾ കുറേ കൂടെ ആകർഷകമാക്കിയിട്ടുണ്ട്. പക്ഷേ അതിലൂടെ കുടുംബങ്ങളുടെ ദൈവിക പരിശീലനവും വിശ്വാസ പരിശീലനവും നമുക്ക് കളയാൻ പറ്റില്ല. നമ്മുടെ സംഘടനകൾക്ക് കൂടുതൽ ഒരു പങ്കാളിത്ത സ്വഭാവമുള്ള ഒരു ശൈലിയിലേക്ക് നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ കൈക്കാരന്മാർ നമ്മുടെ കൂട്ടുപങ്കാളികളാണ്. നമ്മുടെ സംഘടനകൾ നമ്മുടെ കൂട്ടുവേലക്കാരാണ്. അവർക്കൊക്കെ അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ കൂടെ ചേർത്ത് പിടിക്കുന്ന, ഒരിക്കലും മാറ്റി നിർത്താത്ത ഒരു സംഘടനാ ശൈലിയും ഒരു പങ്കാളിത്ത സ്വഭാവമുള്ള സഭയും നമുക്കുണ്ടാകണം. നമ്മുടെ സംഘടനകളെ ബലപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പള്ളിയിൽ വരുന്നവരെ മാത്രം കാക്കുന്ന, അവർക്ക് മാത്രം ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശൈലിയിൽ നിന്ന് 99നെയും വിട്ട് നഷ്ടപ്പെട്ടതിനെ തേടിപ്പോയ കർത്താവിൻ്റെ ശൈലി നമ്മൾ ഇനി കൂടുതൽ പ്രാവർത്തികമാക്കണം. ഇന്ന് നമ്മുടെ ഇടയിൽ വരുന്നവരെ നമ്മൾ ഒരു വിധത്തിലും പടക്കാതെ സൽക്കരിക്കുന്നുണ്ട്. പക്ഷെ വരാതെ മാറി നിൽക്കുന്നവർ തേടിപ്പോകുന്ന ഒരു അജപാലന ശൈലിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. നഷ്ടപ്പെട്ടതിനെ തേടി തോളിലേറ്റി, മുറിവേറ്റതിനെ വെച്ചുകെട്ടി, ആരും നഷ്ടപ്പെടാതെ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു ശൈലി, അത് നമ്മുടെ സഭയുടെ ശൈലിയായിട്ട് മാറണം. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ ഇനിയും ഒന്നിച്ചു നിൽക്കണം, ഒരുമിച്ച് യാത്ര ചെയ്യണം. സാക്ഷ്യം കൊണ്ട് സഭയെ ശക്തമാക്കണം. പ്രേക്ഷിത തീക്ഷ്ണത കൊണ്ട് നമ്മൾ കൂടുതൽ പ്രോജ്വലരാകണം. തോമസ് ലീഹായുടെ എല്ലാ നന്മകളും നമ്മുടെ സഭയിൽ നിറഞ്ഞു നിൽക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും ദുഖ്റാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം 100% ആത്മാർത്ഥതയോടെ ഏറ്റവും താഴ്മയായിട്ട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.